കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഫേസ്ബുക്ക് പൂട്ടിക്കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ. ഇന്നെന്തായാലും ഒരു 7:30 കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫേസ്ബുക്ക് അങ്ങനെ പുറത്തായി. എനിക്കതിനകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയില്ല. ഇന്നലെ ഒരു മെയിൽ വന്നു, നിങ്ങളുടെ ഫേസ്ബുക്ക് എറണാകുളത്ത് കൊച്ചിയിൽ നിന്ന് ഒരാൾ വേറെ ഒരു ഡിവൈസിൽ നിന്ന് ലോഗിൻ ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിവൈസിൻ്റെ പേര്, എൻ്റെ ഫോൺ പോക്കോ M2 ആണ്, ഇതെന്തോന്നോ എക്സിമോ M2, ഇത് രണ്ടും ഒന്നായിരിക്കുമല്ലോ എന്ന് ഓർത്തു ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. ഞാനൊരു 5-8 വർഷമായിട്ട് ലോഗിൻ ചെയ്യാറേ ഇല്ല, എങ്ങനെ ഇത് തന്നെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്ഡേറ്റ് വരുമ്പോൾ അത് ചെയ്യുന്നു, അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ ഫോണിനകത്ത് തന്നെ ഉണ്ട് ആപ്പ്, അതിൻ്റെ സെക്യൂരിറ്റി ആപ്പുണ്ട്, അത് ഇടയ്ക്ക് നമുക്ക് ഈ ക്യാഷൊക്കെ കൂടുമ്പോൾ കാണിച്ചു തരും, അത് നമ്മൾ ചെയ്യും. എല്ലാം ഇടയ്ക്കിടയ്ക്ക് കയറി ചെയ്യുന്നതുകൊണ്ട് അതും ഒന്നും ചെയ്യാറില്ല, അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏതെങ്കിലും ആപ്പ് ഇതിനകത്ത് വേണ്ടാത്ത ആപ്പ്, നമുക്ക് ദോഷകരമായ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയാനുള്ള സംവിധാനവും ഉണ്ട്. അതൊക്കെ നോക്കാറുണ്ട്, അങ്ങനെയുള്ള ഒരു കുഴപ്പവും ഇല്ല നോക്കിയിട്ട്. പിന്നെ ഫേസ്ബുക്കിലും കയറത്തില്ല, ഒന്നും ചെയ്യത്തുമില്ല, ആകെ മടുത്തു. അപ്പോൾ ഞാനാണെന്ന് ഇന്നലെ വന്നപ്പോൾ കണ്ടതാണല്ലോ. ഇന്ന് രാവിലെയും അത് തന്നെ വരുന്നു, നിങ്ങളുടെ എവിടുന്നോ ലോഗിൻ ചെയ്യുന്നു, തിരുവനന്തപുരത്തൊന്നും പറഞ്ഞ് 7:15 ഒരെണ്ണം കണ്ടു. ഞാനത് അവഗണിച്ചു. അത് കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് നിന്ന് കണ്ടു. ഇങ്ങനെ 2-3 പ്രാവശ്യം തിരുവനന്തപുരം എറണാകുളം മാറി മാറി വരാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു തരുന്നുണ്ട്, അത് എന്താണെന്ന് പരിശോധിക്കൂ എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ഉടനെ അത് ഫേസ്ബുക്കിലേക്കും കാണിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും അത് നോക്കാമെന്ന് കരുതി ഈ മെയിൽ കയറി നോക്കി. അത് നോക്കുമ്പോൾ പലയിടത്തുനിന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. അത് എൻ്റെ ഒരു പൊട്ടത്തരം, ഇതിനു മുമ്പ് ഒന്നും ചെയ്യാത്ത, ഇതിനു മുമ്പ് അറിയാവുന്നൊരു കാര്യമാണ്, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ലോ ഔട്ട് ചെയ്ത്. കാരണം അത് മറ്റുള്ളതിൽ നിന്നൊക്കെ ലോ ഔട്ട് ചെയ്യാറ് പതിവുണ്ട്. ഇതും അതായിരിക്കുന്നവർക്ക് ചെയ്തു. ഫേസ്ബുക്ക് തന്നെ അവർ ഞാനല്ലെന്നും പറഞ്ഞുകൊണ്ട് വേറെ ആരോ നിർത്തിക്കളഞ്ഞു. എന്താ ചെയ്യുക, പിന്നെ ഞാനത് ചേർത്തില്ല. ഒരു കഷ്ടപ്പാട് അതിനകത്ത്. എനിക്കാണെങ്കിൽ അത് പോയല്ലോ എന്ന് ഓർത്തൊരു വിഷമം. കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ നോക്കിയാൽ എവിടെ കിട്ടാൻ, അത് കിട്ടുന്നില്ല. എന്നാൽ ഗൂഗിൾ ക്രോമിൽ കയറി നോക്കാം എന്ന് എഴുതി ഗൂഗിൾ ക്രോമിൽ കയറുമ്പോൾ അതും തുറക്കത്തില്ല, അതിനകത്തും കയറത്തില്ല. ഞാൻ എവിടെയൊക്കെ എന്തൊക്കെയോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഈ കൃത്യമായി വല്ലപ്പോഴൊക്കെ ഇതെന്താണെന്ന് അറിയാതെ ഇതിനകത്തോടെ ഒന്നും നോക്കാതിരുന്നതിൻ്റെ ഒരു ദോഷം തന്നെയാണ് എനിക്ക്. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്, അറിയാമെങ്കിൽ അത് കുറേ കാലം ഇങ്ങനെ നമ്മളൊന്നും ചെയ്യാതെ ഉപയോഗിക്കാതെ ഇരുന്നുകൊണ്ടാണ് എനിക്ക് പറ്റിയ അബദ്ധം എന്നെനിക്ക് മനസ്സിലായി. എന്തായാലും കയറി ഗൂഗിൾ ക്രോമിലൊക്കെ കയറി ആവശ്യമില്ലാത്തതൊക്കെ ഇങ്ങനെ ഓഫാക്കി വെച്ചേക്കുള്ളൂ. അതെല്ലാം കയറി ഓണാക്കി വെച്ചു. അതിനകത്തുള്ള പിന്നെ ആപ്പുകളെന്നുള്ളത് സെറ്റിങ്സ് കയറി, ആപ്പുകളിൽ നിന്നുള്ളത് കയറി, ആപ്പുകളിലുള്ള അതിൻ്റെ ക്യാഷൊക്കെ കുറേയൊക്കെ കളഞ്ഞിങ്ങനെ ഒക്കെ നോക്കി. ഇതൊക്കെ സാധാരണ ചെയ്യാറുള്ള, അതിൽ നിന്നിട്ടും കിട്ടുന്നില്ല. പിന്നെ വീണ്ടും ഇതിനകത്ത് കയറി ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്നൊക്കെ കരുതി നോക്കുമ്പോൾ അവർ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇമെയിൽ ഐ ഡിയും കൊടുക്കുന്നുണ്ട്, പാസ്വേഡും കൊടുക്കുന്നുണ്ട്. പാസ്വേഡ് ശരിയാണ് എന്നവർ പറയുന്നുമുണ്ട്. ഇരട്ട ഫാക്ടറോ അത് പ്രാമാണിത്വം പറഞ്ഞിട്ട് അത് ചെയ്യാനും പറഞ്ഞിട്ട് കാണിക്കും. അവർ പറയുന്നതിലൊക്കെ ചെയ്യും. അവസാനം അത് അവിടെ നിശ്ചലമാവുക, അങ്ങ് മുന്നോട്ട് പോയി. ഇതൊക്കെ ചെയ്തു വച്ചിട്ടുള്ളത്, ഇത് വേറെ ആരും കയറേണ്ടതല്ല. എൻ്റെ ഒരു വീരക്കേട്, ബുദ്ധിമോശം. അതതിനകത്ത് വന്നോട്ടെ ഈ മെസ്സേജ് എന്നൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. കയറി ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് എടുത്ത് അതും ഇതെല്ലാം ചെയ്തു. പോയാൽ പോട്ടെ എന്ന് കരുതി. എന്നാൽ പിന്നെ വേറൊരു ഫേസ്ബുക്ക് എടുക്കാമെന്ന് കരുതി. ഇത് തന്നെ 5-10 കിടക്കുകയാണല്ലോ അതിനകത്ത്. എനിക്ക് പുതിയതൊരെണ്ണം എടുക്കാമെന്ന് വെച്ചു. ഈ പുതിയത് എടുക്കുമ്പോഴേക്കും പിന്നെ ഇത്രയും എൻ്റെ ആ പഴയ പേജിലേക്കൊന്നും കയറാൻ പറ്റിയല്ല. നമ്മുടെ ഗ്രൂപ്പിൽ കയറാൻ, എൻ്റെ ഗ്രൂപ്പ് ആയിട്ടുള്ളതിനകത്തൊന്നും കയറാൻ പറ്റിയല്ല, ഒക്കെ പോവും. അപ്പോൾ ഇത് തന്നെ വേണം, ഈ അക്കൗണ്ട് തന്നെ വേണം, അല്ലെങ്കിൽ എൻ്റെ പേജിൽ കയറാൻ പറ്റിയല്ല, ഗ്രൂപ്പിൽ കയറാൻ പറ്റിയല്ല.
അപ്പോൾ ഇത് തന്നെ വേണം. ഞാൻ എന്താ ചെയ്യണമെന്നൊക്കെ ആലോചിച്ചോണ്ട് ഇപ്പോൾ എന്തായാലും മറ്റൊരു ഫേസ്ബുക്ക് ഞാൻ കൊണ്ടുവന്നു. അതിനകത്ത് കയറി നമ്മുടെ ഫോൺ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ പഴയതൊക്കെയാണ് വരുള്ളൂ. അത് പഴയതൊക്കെ പുതിയതൊന്നും എൻ്റെ ഇതും വരികയില്ല, വേറെ ഒന്നും വരികയില്ല. അല്ലെങ്കിൽ പിന്നെ ഫോൺ നമ്പറൊക്കെ വേറെ ഉണ്ടാക്കേണ്ടി വരും. ഫോണല്ല ഫോൺ നമ്പർ. വീട്ടുപേരും ഒക്കെ മാറ്റാമെന്ന് നോക്കാം. ഇതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഫോൺ നമ്പർ ഇതിനകത്തുള്ളതാണല്ലോ, അതവർ വെരിഫിക്കേഷൻ ചെയ്യുമ്പോഴേക്കും തെറ്റിപ്പോവുകയാണ്. അല്ല വേറെ ഒന്നും കൊടുക്കാനും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ആ ഫോൺ നമ്പർ കൊടുത്തേക്കുന്ന നോക്കിക്കൊള്ളു. മടുത്ത് ഞാൻ എന്താ ചെയ്യുക. അങ്ങനെ ഓരോന്ന് കുത്തിപ്പിടിച്ചിരുന്ന് ചെയ്ത് എന്തൊക്കെയോ കാണിച്ച് അത് അവസാനം ഒന്ന് കണ്ണ് തുറന്ന് കാണിച്ചു. ഇമെയിൽ ഐ ഡിയൊക്കെ കൊടുത്ത് ഇമെയിൽ ഐ ഡിയും മറ്റേ പാസ്വേഡെല്ലാം പഴയത് തന്നെ. അത് ഞാൻ ഓർത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ പുതിയ പാസ്വേഡ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഞാൻ ചെയ്തില്ല. കാരണം എന്തോരം പാസ്വേഡാണ് ചെയ്തിട്ട് ഒന്നും പറ്റാതെ ഒരുപാട് ഇതിങ്ങനെ ഓർത്തിരിക്കും. ഈ ഓർത്തിരിക്കുന്നത് മതിയെന്ന് വെച്ചു. എന്തായാലും ഈ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്തും അങ്ങനെയൊക്കെ ചെയ്തില്ല എങ്കിൽ പോകും എന്നെനിക്കറിയാമായിരുന്നു. അത് കുറേ കാലമായിട്ട് 5-8 കൊല്ലമായിട്ട് അതൊന്നും നോക്കാറില്ല. അതിങ്ങനെ അപ്ഡേറ്റ് വരും, അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ പോകും. അതുകൊണ്ട് തന്നെ അതൊന്നും സംഭവിക്കാറില്ല. ഈ ആരോ കയറി ഇരുന്ന് ലോഗിൻ ചെയ്ത് അതിനകത്തോടെ പോവുകയാണ് അത്. കാരണം അത് കാരണം ഞാൻ ഇവിടെ ഇരിക്കുന്ന ഞാൻ തിരുവനന്തപുരത്തും ഒപ്പം രണ്ടിടത്ത് കാണുമോ, എറണാകുളത്തും തിരുവനന്തപുരത്തും. അഥവാ സംശയത്തിൻ്റെ പേര് ചെയ്തതാണ്. ചെയ്തത് അബദ്ധമായി പോയി എന്നിപ്പോൾ അറിയുന്നുണ്ട്. എന്തായാലും കിട്ടി കേട്ടോ, തിരിച്ച് കിട്ടി. അല്ലെങ്കിൽ ഞാൻ തീരുമാനിച്ചാണ് ഫേസ്ബുക്കൊന്നും വേണ്ട ഇനി. കാരണം ഇനി വേറെ വല്ലതുമൊക്കെ കണ്ടുകൊണ്ടിരിക്കാമെന്ന് വെച്ചാൽ. എന്തായാലും അത് കിട്ടിയതിൽ സന്തോഷം.